അനർട്ടിൽ സോളാർ വയ്ക്കുന്നതിൽ അഴിമതിയും അതിൽ ആദിവാസികൾക്ക് കൊടുക്കാനെന്ന് പറഞ്ഞ് നടന്ന സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് രേഖസഹിതം നിങ്ങൾക്ക് വിവരിക്കുന്നത്. ഈ ഊർജ്ജ വകുപ്പിൻ്റെ കീഴിൽ വരുന്ന അനർട്ടിന് CEO ആയിട്ട് വെച്ചിരിക്കുന്നത് ഒരു IFS ഉദ്യോഗസ്ഥനാണ്. ഫോറസ്റ്റ് സർവീസിലുള്ള ഒരു ഉദ്യോഗസ്ഥനെയാണ് അതിൻ്റെ CEO ആയിട്ട്. ഒരു എൻജിനീയറിംഗ് വിഭാഗത്തിൽ പെടുന്ന ഒരാൾ വേണ്ട സ്ഥലത്താണ് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ CEO ആയിട്ട് വെച്ചിരിക്കുന്നത്. നരേന്ദ്രനാഥ് വേലൂരി എന്ന് പറയുന്ന ഒരു IFSകാരനാണ് വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ അനർട്ടിൽ ആദ്യം തന്നെ സോളാർ വയ്ക്കുന്നതിന് കേരളത്തിൽ ഒരു ബെഞ്ച് മാർക്ക് കോസ്റ്റ് നിശ്ചയിക്കാൻ വേണ്ടി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി രൂപീകരിക്കുകയൊക്കെ ഉണ്ടായി 2021 ജൂലൈ മാസത്തിൽ. എന്നാൽ അതിനുശേഷം അനർട്ടിൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ ആദിവാസി ഊരുകളായ താഴേത്തുടുക്കി, മേലേത്തുടുക്കി, ഗൽസി തുടങ്ങിയ ഊരുകളിലേക്ക് സോളാറും വിൻഡ് മില്ലും കൂടെ ചേർന്ന് വരുന്ന ഹൈബ്രിഡ് പദ്ധതികൾ നടത്തിയതിൽ വലിയ അഴിമതി, അതുപോലെ തന്നെ ആദിവാസികൾക്ക് കൂലി നൽകാൻ എന്ന പേരിൽ വലിയ രീതിയിലുള്ള ഒരു തട്ടിപ്പും നടന്നിട്ടുണ്ട്. അതിൻ്റെ രേഖകളാണ് അതിൽ കുറച്ച് രേഖകൾ ആണ് ഞാൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഞാൻ ആ ഊരുകളിൽ പോവുകയുണ്ടായി. താഴേത്തുടുക്കിയിലും മേലേത്തുടുക്കിയിലും പോയി അവിടെയുള്ള അതിൻ്റെ നിജസ്ഥിതി ഒന്ന് അന്വേഷിക്കുകയുണ്ടായി. താഴേത്തുടുക്കിയിൽ ഭാഗികമായി വെച്ച ഈ യൂണിറ്റ് ഭാഗികമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും മേലേത്തുടുക്കിയിൽ സമ്പൂർണ്ണ പരാജയം എന്ന് തന്നെ പറയാം. കാരണം 60ഓളം യൂണിറ്റ് വെച്ചതിൽ 2-3 യൂണിറ്റാണിപ്പോൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ തികഞ്ഞ പരാജയമായ വലിയ അഴിമതിയും തട്ടിപ്പും നടന്ന പദ്ധതികളാണ് ഈ ആദിവാസി ഊരുകളിൽ ആദിവാസികളുടെ പേരിൽ നടന്നിരിക്കുന്നത്. ഞാൻ താഴേത്തുടുക്കിയിലെ കാര്യം ആദ്യം പറയാം. 50 കിലോ വാട്ടിൻ്റെ ഒരു സിംഗിൾ യൂണിറ്റാണ്. ആ ഊരിലെ മുഴുവൻ വീടുകളിലേക്കും വേണ്ട ഒരു സിംഗിൾ യൂണിറ്റ് 50 കിലോ വാട്ടിൻ്റെ ഒരു യൂണിറ്റ് വെച്ച് എല്ലാ വീടുകളിലേക്കും വിതരണം ചെയ്യാനുണ്ടായത്. അത് ടെൻഡർ വിളിച്ചപ്പോൾ അതിൽ യോഗ്യത നേടിയ ഒറ്റ കമ്പനി ഉണ്ടായിരുന്നു. വിൻഷീൽഡ് എന്ന് പറഞ്ഞ ഒരൊറ്റ കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിക്ക് തന്നെ ആ കരാറ് നൽകുകയുണ്ടായത്. സാധാരണഗതിയിൽ ടെൻഡർ നിയമങ്ങളെന്ന് പറഞ്ഞാൽ ഒറ്റ കമ്പനിയാണെങ്കിൽ റീടെൻഡർ വെക്കണമെന്നാണ്. അനർട്ടിൽ തന്നെ അനർട്ടിൻ്റെ ഹെഡ് ഓഫീസിൽ ഒരു ബാറ്ററി വെക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ഒരു കോടികളുടെ ഒരു ടെൻഡർ നടത്തിയപ്പോൾ ഒറ്റ കമ്പനി എന്ന നിലയിൽ ആ കമ്പനിയുടെ ടെൻഡർ ക്യാൻസൽ ചെയ്തുകൊണ്ട് രണ്ടാമത്തെ ടെൻഡർ വെച്ചു. അത് വൈദ്യുതി വകുപ്പ് മന്ത്രി നിയമസഭയിൽ നൽകിയ മറുപടിയാണിത്. 8/10/24 ചോദ്യം 784 പ്രകാരം തന്ന മറുപടിയാണ്. ഒറ്റ ടെൻഡർ ഉള്ളതുകൊണ്ട് അനർട്ടിലെ ഓഫീസിലെ ബാറ്ററിയുടെ റീടെൻഡർ വെച്ചു എന്നുള്ളത്. ഒറ്റ ടെൻഡർ ആണെങ്കിൽ റീടെൻഡർ വെക്കണമെന്നാണ് ടെൻഡർ നിയമം. പക്ഷേ ഇവിടെ താഴേത്തുടുക്കിയിലെ കരാറ് ഒറ്റ ടെൻഡർ ആയപ്പോൾ അത് റീടെൻഡർ വയ്ക്കാതെ ആ കമ്പനിക്ക് തന്നെ നൽകുകയുണ്ടായത്. വിൻഷീൽഡ് എന്ന് പറയുന്ന കമ്പനിക്ക് നൽകി ആ കരാറ് പൂർത്തിയാക്കിയതിന് ശേഷം കരാർ വ്യവസ്ഥകളൊക്കെ ലംഘിച്ചുകൊണ്ട് ആ കമ്പനിക്ക് 27,66,000 രൂപ 27,66,000 രൂപ ആ കമ്പനിക്ക് അധികമായി നൽകണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി കെ കൃഷ്ണൻകുട്ടി അവർകൾ അധ്യക്ഷനായ അനർട്ട് ഗവേണിംഗ് ബോഡി സർക്കാരിലേക്ക് നിർദ്ദേശം നൽകിയിരിക്കുക. ടെൻഡർ എടുത്ത തുകയ്ക്ക് പുറമെയായി അഡീഷണലായി 27,66,000 രൂപ അധികമായി നൽകണമെന്ന് മന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഗവേണിംഗ് ബോഡി സർക്കാരിലേക്ക് നിർദ്ദേശം നൽകി. ഇത് വളരെ വ്യക്തമായി ആ കമ്പനിക്ക് തന്നെ ടെൻഡർ കിട്ടണമെന്നുള്ള ഒരു ഫേവററ്റിസം അതിലുണ്ടായിരുന്നു. ആ കമ്പനിക്ക് ആ തുക കുറച്ചുകൂടെ അഡീഷണലായിട്ട് കൊടുക്കാൻ വേണ്ടിയാണ് ഗവേണിംഗ് ബോഡി ആ തീരുമാനമെടുത്തത്. ഈ മേലേത്തുടുക്കിയിലേക്ക് പോയാൽ ഇവിടെ സിംഗിൾ യൂണിറ്റ് എല്ലാ വീടുകളിലേക്കും ഒറ്റ വലിയൊരു യൂണിറ്റാണ്. ഞാൻ എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് അയച്ചുതരാം. എല്ലാം കൂടെ ഒറ്റ യൂണിറ്റാണ്. അത് എല്ലാ വീടുകളിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു. എന്നാൽ മേലേത്തുടുക്കിയിലേക്കും
ഗൽസയിലേക്കുമൊക്കെ പോകുമ്പോൾ അവിടെയുള്ള സ്ഥലങ്ങളിൽ 60 വീടുകളാണ്. ആ 3 ഊരുകളാണ്. ഊരാടം എന്ന് പറയുന്ന ഗൽസി, ഊരാടം, മേലെ തുടിക്കുന്ന 3 ഊരുകളിലും കൂടെ 60 വീടുകളാണ്. 60 വീടുകളിലും സിംഗിൾ യൂണിറ്റായിട്ട് 60 യൂണിറ്റ് വയ്ക്കാനാണ് അനർട്ട് തീരുമാനിച്ചത്. ആ 60 യൂണിറ്റിന് ടെൻഡർ വയ്ക്കുമ്പോൾ ഒരു എസ്റ്റിമേറ്റ് കോസ്റ്റ് പോലും, ടെൻഡറിൽ ഒരു എസ്റ്റിമേറ്റ് കോസ്റ്റ് പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ആദ്യത്തെ ഒരു തെറ്റ്. രണ്ടാമത് 3 തവണ ടെൻഡർ വെച്ചു. ആദ്യത്തെ തവണ ഏതോ തീയതി തെറ്റായി മാർക്ക് ചെയ്തു എന്ന് പറഞ്ഞിട്ട് ടെൻഡർ മാറ്റിവെച്ചു എന്ന് മന്ത്രി മറുപടി നൽകിയിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് തന്ന നിയമസഭയുടെ മറുപടിയിലുണ്ട്. രണ്ടാമത്തെ തവണ ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും ഓപ്പൺ ചെയ്തതിന് ശേഷം യാതൊരു കാരണവുമില്ലാതെ ആ ടെൻഡർ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. കാരണം ഇവരുദ്ദേശിച്ച കമ്പനിക്ക് കൊടുക്കാൻ കഴിയില്ല, വിൻഷീൽഡ് എന്ന കമ്പനിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ആ കമ്പനിക്ക് തന്നെ നൽകാൻ വേണ്ടി രണ്ടാമത്തെ ടെൻഡർ ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും ഓപ്പൺ ചെയ്തതിന് ശേഷം അത് ക്യാൻസൽ ചെയ്ത് മൂന്നാമതും ടെൻഡർ വെച്ചു. അതിന് മന്ത്രി നിയമസഭയിൽ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. ഞാൻ അതിൻ്റെ കോപ്പി നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അത് രണ്ടാമത്തത് എന്തുകൊണ്ട് ക്യാൻസൽ ചെയ്തെന്നുള്ളൊരു കാരണവും പറയാതെയാണ് അത് ക്യാൻസൽ ചെയ്തിരിക്കുന്നത്. ഗുരുതരമായ മറ്റൊരു പ്രശ്നം, ടെക്നിക്കൽ ബിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ ടെൻഡർ സ്പെസിഫിക്കേഷൻ, ഓരോ ഐറ്റത്തിനും സ്പെസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ആ കമ്പനി നൽകിയ സ്പെസിഫിക്കേഷനിൽ BAS മാർക്ക്, ഇൻവെർട്ടറിന് BAS അംഗീകാരം ഇല്ലാത്ത കമ്പനിയുടെയാണ് ഇൻവെർട്ടർ നൽകിയത്. ആ കമ്പനിക്ക് ഈ വർക്ക് ഓർഡർ കൊടുത്തതിന് ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടാണ്, 26/5/23 വർക്ക് ഓർഡർ കൊടുക്കുന്നു. അത് കഴിഞ്ഞ് 16/6/23 ആ കമ്പനി ഇൻവെർട്ടറിന് BASന് വേണ്ടിയിട്ടുള്ള അപേക്ഷ പോലും സമർപ്പിക്കുന്നത്. ടെക്നിക്കൽ ബിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ അത് BAS അംഗീകാരമില്ലെങ്കിൽ അത് അവിടെ തന്നെ ആ കമ്പനി ഡിസ്ക്വാളിഫൈ ചെയ്യേണ്ടതാണ്. എന്നാൽ അവർക്കത് ഡിസ്ക്വാളിഫൈ ചെയ്യാതെ ആ കമ്പനിക്ക് തന്നെ, BAS മാർക്കില്ലാത്ത കമ്പനിക്ക് തന്നെ അത് കൊടുത്തിരിക്കുന്നതാണ്. അത് മറ്റൊരു ഗുരുതരമായ തെറ്റ്. രണ്ടാമത് ടെൻഡർ കൊടുത്തതിന് ശേഷം ആ കമ്പനിയോട് സാധാരണ ടെൻഡർ കഴിഞ്ഞാൽ ഒരു നെഗോസിയേഷൻ ചോദിക്കും, എന്തെങ്കിലും കുറയ്ക്കാൻ കഴിയുമോ എന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളും ചോദിക്കും. ആ നെഗോസിയേഷൻ ചോദിച്ചാൽ അവരുടെ മറുപടി, അതിൻ്റെ ഞാൻ ഓഫീസ് നോട്ടും കൂടെ ഞാൻ തന്നിട്ടുണ്ട്. മറുപടി ഇതിൽ 61,20,000 സംതിങ് രൂപ അവർക്ക് ട്രാൻസ്പോർട്ടേഷനും അവിടെയുള്ള ആദിവാസികളെ ഈ വർക്കിൽ എൻഗേജ് ചെയ്യാനും അഡീഷണൽ വർക്കിനും വേണ്ടി ആണ് 61,20,000 രൂപ ചിലവാകുന്നത്. അതുകൊണ്ട് ആ റേറ്റ് കുറയ്ക്കാൻ പറ്റില്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ആദ്യം ഒരു 27 ലക്ഷം രൂപ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി ചോദിച്ചു താഴെ തുടിക്കിലേക്ക്. ഇവിടെ 61,20,000 രൂപ താഴെ തുടിക്കുക. ആരാ ട്രാൻസ്പോർട്ട് ചെയ്തത്? ആ ഊരുകളിലുള്ള ആദിവാസി സഹോദരങ്ങളാണ്. ഇത് താഴെ തുടിക്കിലേക്ക് 6 കിലോമീറ്ററും മേലെ തുടിക്കിലേക്ക് 9 കിലോമീറ്ററും റോഡ് ഗതാഗതത്തിൻ്റെ അതിർത്തി കഴിഞ്ഞ് മല കയറി ഇത് കടത്തിക്കൊണ്ടുപോയത് ഈ അവിടെയുള്ള ഊരിലെ ആദിവാസികളാണ്. അവർക്ക് ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് ഈ 27,66,000 രൂപയും 61,20,000 രൂപയും അഡീഷണലായിട്ട് വേണ്ടി വരുന്നത്. 61,20,000 രൂപ ട്രാൻസ്പോർട്ടേഷന് വേണം എന്നാണ് മേലെ തുടിക്കിൽ പറഞ്ഞത്. എന്നാൽ അവിടെയുള്ള ആദിവാസികൾക്ക് കൃത്യമായ കൂലി നൽകിയിട്ടില്ല എന്ന് അവർ പറയുന്ന, അവിടുത്തെ ഊര് മൂപ്പൻ തന്നെ, 2 ഊരിലെയും ഊര് മൂപ്പന്മാർ പറയുന്ന വീഡിയോ ഞാനിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരാം. അവിടെ കൃത്യമായ കൊടുത്തിട്ടില്ല. രണ്ടും കൂടെ ഏകദേശം 89-90 ലക്ഷത്തോളം രൂപ ആദിവാസികൾക്ക് കൂലി കൊടുക്കാനും ട്രാൻസ്പോർട്ടേഷനും വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞ്. ഒരു 5 ലക്ഷം രൂപ പോലും അവർക്ക് കൊടുത്തിട്ടില്ല എന്ന് സത്യത്തിൽ നിങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങളത് അവിടെ ചെന്ന് നേരിട്ട് നിങ്ങൾ കണ്ടറിയേണ്ടതാണ്.